ജോസ് വെല്ലൂർ DCC പ്രസിഡന്റ്, നമ്മുടെ മുൻ DCC പ്രസിഡന്റായ ശ്രീ അബ്ദുൾ റഹ്മാൻ കുട്ടി, നമ്മളെല്ലാവരും അറിയപ്പെടുന്ന ആദരിക്കുന്ന ശ്രീ TV ചന്ദ്രമോഹൻ, ഇവിടെ ഇരിക്കുന്ന ശ്രീ ജോസഫ് ചാലശ്ശേരി, വേദിയിലെ ഓരോരോ ബഹുമാന്യരെ, കോൺഗ്രസ് പാർട്ടി ഭാരവാഹികളെ, യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് എല്ലാവരെയും പ്രതിനിധികളെ, ഈ സദസ്സിന് നേരിടുകൊണ്ടിരിക്കുന്ന എല്ലാ മഹാജനങ്ങളെ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഒരു പേര് പറഞ്ഞില്ല, അത് നമ്മളുടെ എന്റെ കാരണമാണ് ഇവിടെ എത്താൻ. അത് നമ്മളുടെ TN പ്രതാപനാണ്. അദ്ദേഹത്തിനൊപ്പം ഒരു ടേം നമ്മൾ ഒരുമിച്ച് സഞ്ചരിച്ചിട്ടുണ്ട് പാർലമെന്റ്, ലോക്സഭയിൽ. അദ്ദേഹം ആദ്യത്തെ ടേം MP ആയാൽ കൂടി ഒരു പോരാളിയായിട്ടാണ് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചത്. ഓരോരോ വിഷയത്തിൽ ശക്തമായിട്ട് സർക്കാരിനെ എതിരിക്കാൻ തയ്യാറായി നിന്നൊരു പ്രതിനിധി നിങ്ങൾ ഞങ്ങൾക്ക് ഡൽഹിയിൽ നൽകിയിട്ടുണ്ട്. അതുമാത്രമല്ല, അദ്ദേഹത്തിന്റെ ഓരോരോ വിഷയത്തിന്റെ ആത്മാർത്ഥത ജീവിതം മുഴുവൻ കാണിച്ചതാണ്. കോളേജ് യൂണിറ്റിൽ പ്രസിഡന്റായ മുതൽ KSUവില് സജീവമായി പ്രവർത്തിച്ച ശേഷം പഞ്ചായത്തിന്റെ ഒരു അംഗമായിട്ടും അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ DCC പ്രസിഡന്റ് സ്ഥാനം കണ്ടത് അവിടെ നയിച്ചിട്ടുണ്ട്. എല്ലാ വിധത്തിലും ഈ പാർട്ടിക്ക് സേവ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് പ്രതാപൻ നിങ്ങൾ എല്ലാവർക്കും അറിയാം. അതിനൊപ്പം 3 തവണ നിയമസഭയിൽ കേരളത്തിന്റെ ശബ്ദം കേൾപ്പിക്കാൻ ധൈര്യം കാണിച്ച ഒരു പ്രതിനിധിയാണ് TN പ്രതാപൻ. എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, നമ്മളുടെ എണ്ണം നല്ലോണം ചുരുങ്ങി വന്ന സമയത്ത് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന നമ്മളുടെ കോൺഗ്രസ് പാർട്ടിയുടെ ഈ ചുരുങ്ങിയ എണ്ണത്തിൽ നന്നായി സംസാരിക്കുന്ന, ജനങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുക്കുന്ന, സർക്കാരിനെ ഭയപ്പെടുത്തുന്ന ഒരു പ്രതിനിധിയായിട്ട് അറിയപ്പെടുന്ന ആളായിരുന്നു TN പ്രതാപൻ. അതുകൊണ്ട് അദ്ദേഹത്തിനെ പാർലമെന്റിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ എല്ലാവരും പിന്തുണയോടൊപ്പമാണ്. അദ്ദേഹം വല്ലാതെ ബുദ്ധിമുട്ടില്ലാതെ 1 ലക്ഷം ഭൂരിപക്ഷം എടുത്തിട്ടാണ് നിങ്ങളുടെ പ്രതിനിധിത്വം അദ്ദേഹം ഡൽഹിയിൽ കാണിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന് അടുത്ത കണ്ട ശേഷം ഞാൻ പറയട്ടെ, നിങ്ങൾ അഭിമാനത്തോടെ പറയാം, TN പ്രതാപൻ നിങ്ങളുടെ MP ആണ്. വീണ്ടും ആവട്ടെ എന്നാണ് എന്റെയും ആഗ്രഹം. പക്ഷേ അദ്ദേഹം പറയുന്നു, അത് ബന്ധപ്പെട്ടിട്ടല്ല. നമ്മള് രാഹുൽ ഗാന്ധി ഭാരതം മുഴുവൻ യാത്ര ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നു, നഫ്രത് കെ ബസാറിലെ മുഹബത്ത് കെ ദുകാൻ, ഈ വെറുപ്പിന്റെ ബസാറിൽ ഒരു സ്നേഹത്തിന്റെ കട തുറക്കാൻ പോവാണ് ഞാൻ. നമ്മുടെ പ്രതാപൻ കട തുറക്കുക മാത്രമല്ല, അദ്ദേഹം നടക്കുന്നു, ജനങ്ങളുടെ ഇടയിൽ പദയാത്ര ചെയ്യുന്നു. അദ്ദേഹത്തിനൊപ്പം യാത്ര ചെയ്യാൻ എത്തിയിരിക്കുന്ന ഒരു മൊബൈൽ ചായക്കട, വഴിയിലുള്ള എല്ലാവർക്കും ചായയും പരിപ്പുവടയും കൊടുക്കാറ്. ഇതാണ് നമ്മളുടെ പ്രധാനമന്ത്രി ജനകീയ നിലപാട്. ഞാൻ ഇതിനെ വലിയ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അദ്ദേഹം ഇവിടെ അദ്ദേഹത്തിന്റെ ഗുരുവായൂർ ബ്ലോക്കിന്റെ പദയാത്ര ഉദ്ഘാടനം ചെയ്തതിന് ക്ഷണിച്ചപ്പോൾ എനിക്ക് ഒരു സെക്കൻഡും ചിന്തിക്കാൻ ആവശ്യമുണ്ടായിരുന്നില്ല ഇവിടെ വരാനുള്ള സന്തോഷമാണ്. അദ്ദേഹം അതുപോലെ ചെറിയൊരു ശരീര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ക്ഷമിച്ചാൽ എന്നെ ക്ഷമിക്കണം. നിങ്ങളെല്ലാവരും നേരിൽ തിരിക്കുകയാണ്. അപ്പൊ എനിക്ക് നിങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാവാം. ദീർഘമായിട്ട് ഞാൻ നിങ്ങളുടെ സമയം കളയും. പക്ഷേ നമ്മളുടെ പ്രതാപന്റെ ഓരോരു പോയിന്റ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഞാൻ കേട്ടപ്പോൾ എനിക്ക് തോന്നി, ഇതന്നെയാണ് നമ്മളുടെ സന്ദേശം ഇന്നും ഇന്നലെയും നാളത്തെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത്. കാരണം ഈ രാജ്യത്തിനൊരു മാറ്റം കൊണ്ടുവരാൻ സമയം വൈകി. 10 വർഷക്കാലം നമ്മൾ ഭാരതത്തെ കണ്ട ഓരോരോ അന്യായങ്ങളെ നിർത്താനും ഈ സർക്കാരിനെ മാറ്റാനും ഈ സമയം പറ്റിയതാണ് 2024 തെരഞ്ഞെടുപ്പ്. നിങ്ങൾക്കറിയാം, 2009 അതിന് തോറ്റിട്ടുണ്ടായിരുന്നു. നല്ലൊരു എണ്ണം കിട്ടിയില്ല. നമ്മൾ അപ്രതീക്ഷിതമായ വലിയൊരു ഭൂരിപക്ഷത്താണ് നമ്മൾ തിരിച്ചു വന്നത് UPA സംസ്ഥാനം. പക്ഷെ 2014 അതിലെന്താ സംസാരിച്ചത്? ഈ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി മോശമാണെന്ന് പറഞ്ഞ് മോദി ഗുജറാത്തിന്റെ എക്കോണമിയെ നന്നായി നയിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഭാരതത്തെ നയിക്കുമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായത്. പക്ഷെ അദ്ദേഹത്തിന്റെ 5 വർഷക്കാലം എന്ത് ചെയ്ത്? നോട്ട് നിരോധനം കൊണ്ടുവന്നിട്ട് ജനങ്ങളുടെ ജീവിതത്തിനെ നശിപ്പിച്ചു. GST നല്ലൊരു ഐഡിയ ആയിരുന്നു. പക്ഷെ ആ ഐഡിയയെ നശിപ്പിച്ചിട്ട് ഒരു തയ്യാറാവാതെ, ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ പെട്ടെന്ന് ജനങ്ങൾ തലയിൽ കൊണ്ട് കെട്ടിയപ്പോൾ GST ഒരു വലിയൊരു പ്രശ്നമായി മാറുക.
ആദ്യത്തെ 5 വർഷക്കാലം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് എല്ലാ വർഷവും 2 കോടി ഉണ്ടാക്കാതെ പ്രഖ്യാപിച്ചിട്ട് 2 കോടി തൊഴിൽ ഉണ്ടാക്കാതെ പ്രഖ്യാപിച്ച ഈ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ആദ്യത്തെ 5 വർഷത്തിൽ തൊഴിൽ ഉണ്ടാക്കുകയല്ല, തൊഴിൽ നഷ്ടപ്പെട്ടിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സ്ഥിതിയിലാണ് 2019 തെരഞ്ഞെടുപ്പ് വരുന്നത്. അദ്ദേഹത്തിന് സാമ്പത്തിക വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാൻ അവകാശമുണ്ടായിരുന്നില്ല. എക്കോണമി പൊളിഞ്ഞിരിക്കുന്ന സ്ഥിതിയിലായിരുന്നു. ജനങ്ങൾക്ക് ഭക്ഷണം കിട്ടാൻ പ്രയാസമായിരുന്നു, അവർക്ക് ജോലി ഉണ്ടായിരുന്നില്ല. അപ്പൊ കഥമാറി 2019 എന്ന് പറഞ്ഞ് പാകിസ്ഥാന്റെ എതിരെ നിൽക്കാൻ ശക്തമായി നിൽക്കുന്ന ഈ ഭീകരവാദികളെ തടുക്കാൻ വേണ്ടി പ്രധാനമന്ത്രിയുടെ 56 ഇഞ്ചിന്റെ ചെസ്റ്റ് ഗാർഡ് പറഞ്ഞിട്ട് വലിയ പ്രസംഗിച്ചിട്ട് ആ പുൽവാമ ബാലക്കോട്ട് ട്രാജഡി സംഭവിച്ച ശേഷം 40 പട്ടാളക്കാരെ കൊന്ന ശേഷം പാകിസ്ഥാന്റെ എതിരെ തെരഞ്ഞെടുപ്പാക്കി. നമ്മളുടെ ദക്ഷിണ ഭാരതത്തിൽ തെക്കൻ ഭാരതത്തിൽ സംഭവിച്ചില്ല, പക്ഷേ വടക്കൻ ഭാരതത്തിൽ ഇതായിരുന്നു പ്രചരണം. ഇതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അദ്ദേഹത്തെ ഭൂരിപക്ഷം എല്ലാക്കി ജയിച്ചു വന്നത്. 2024 അതും നടക്കില്ല. കാരണം അദ്ദേഹം കാണിച്ച ദുർബലത. ചൈനക്കാരുടെ എതിരെ ചൈനക്കാര് വന്നിട്ട് നമ്മൾ 44 വർഷം സമാധാനം നമ്മളുടെ ബോർഡർ നമ്മൾ മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഭരണകാലത്തിൽ പ്രത്യേകിച്ച് ഒരിക്കൽ സ്ഥാപിച്ച ആ സമാധാനം ഒരു മനുഷ്യനൊരു ബുദ്ധിമുട്ട് വരാതെ, ചൈനയും ഇന്ത്യയും ഞങ്ങളുടെ പെർസെപ്ഷൻ വേറെയാണ്. ചൈന പറയുന്നു ഞങ്ങളുടെ ബോർഡർ അതുവരെയാണ്, ഞങ്ങൾ പറയുന്നു ഞങ്ങളുടെ ബോർഡർ ഇതുവരെയാണ്. അപ്പൊ ശരി, തിങ്കളാഴ്ച ഞങ്ങൾ അവിടെ പെട്രോൾ ചെയ്യുന്നു, ചൈനക്കാർ ഞങ്ങൾ ഉപദ്രവിക്കുന്നില്ല. ചൊവ്വാഴ്ച ചൈനക്കാർ ഇതുവരെ ഒന്ന് പെട്രോൾ ചെയ്യുന്നു, ഞങ്ങൾ ഉപദ്രവിക്കുന്നില്ല. ഇങ്ങനെ സമാധാനത്തോടെ നടന്നൊരു വിഷയമായിരുന്നു. 65 പോയിന്റ് ഇതുപോലെ ഇങ്ങനെ ഡിസ്പ്യൂട്ട് ഉണ്ടായിരുന്ന സ്ഥലത്തിൽ ഈ മോദി ഭരണകാലത്ത് മാത്രമാണ് 26 പോയിന്റിൽ ചൈനക്കാര് വന്നിട്ട് അവരവിടെ ഒരു കെട്ടിടമുണ്ടാക്കി അവരെ ആട്ടുകളിലേക്ക് വെച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്ത്യൻ പട്ടാളക്കാർക്ക് ഒരേ സ്ഥലത്ത് 44 വർഷം പോയിട്ടുണ്ടായിരുന്ന സ്ഥലത്തിൽ ഇനി പോകാൻ സാധിക്കില്ല. എന്നിട്ട് നിങ്ങൾക്കറിയാൻ ജൂൺ 2020 എന്ത് പറ്റിയത്? 20 പട്ടാളക്കാരെ ചൈനക്കാർ കൊന്നു. ഇവര് കയ്യിൽ തോക്കുന്നുണ്ടായിരുന്നില്ല. ഇവരെന്തിനാണ് പോയത്? എന്താ നിങ്ങൾ സ്ഥലത്ത് മാറാത്ത? സാധാരണ ഇന്ന് നിങ്ങൾ വന്നു, ശരി നാളെ പോവും, ഞങ്ങൾ വരും, ഇന്ന് മാറുമെന്ന് പറയാൻ വേണ്ടി പോയവര് മലയിൽ നിന്ന് തള്ളി 10-20 ആൾക്കാരെ കൊന്നു. അത് കഴിഞ്ഞിട്ട് മോദി സർക്കാരിന് വല്ലതും ചെയ്യാൻ സാധിച്ചു? അവര് ഹിന്ദിയിൽ പറയുന്ന ലാൽ ആംഖേ ദിഖായെങ്കിൽ, ചുവന്ന കണ്ണ് കാണിച്ചു കൊടുക്കുമായിരിക്കും. ആ ചുവന്ന കണ്ണ് കണ്ടിട്ട് ചൈനക്കാര് തിരിച്ച് സുഖമായി ജീവിക്കുന്നുണ്ട്. അപ്പൊ ഇനി 56 ഇഞ്ചിന്റെ ചെസ്റ്റിനെ കുറിച്ച് സംസാരിക്കാനും അവകാശമില്ല. അപ്പൊ എങ്ങനെയാണ് വോട്ടർമാരുടെ ശ്രദ്ധയെ മാറ്റുക? അപ്പോ അവരുടെ പുതിയ സംസാരം രാമജന്മഭൂമി ക്ഷേത്രമാണ്. 2000 വർഷം കഴിഞ്ഞിട്ട് ശ്രീരാമന് വേണ്ടി നമ്മൾ ക്ഷേത്രം കെട്ടി. ഒരു മുസ്ലിം മസ്ജിദ് ഉണ്ടായിരുന്ന സ്ഥലത്തിൽ നമ്മളാണ് രാമനെ കൊണ്ടുവന്ന പറഞ്ഞൊരു സംസാരം. പക്ഷേ പ്രധാനൻ പറഞ്ഞ പോലെ ഞാനും ഒരു ഹിന്ദുവാണ്. എന്റെ കുട്ടിക്കാലം മുതൽക്ക് വീട്ടിലത്തെ പൂജാമുറിയിൽ രാമന്റെ ഒരു പടം എല്ലാ ദൈവം ചുറ്റും നിൽക്കുന്ന രാമന് സീതി ഇരിക്കുന്ന ഒരു പടത്തിലാണ് ഞാനും പ്രാർത്ഥിച്ചിരിക്കുന്നത്. ആ ഒരേ പടത്തിന്റെ കോപ്പി ഞാൻ ഉണ്ടാക്കിയിട്ട് എന്റെ ഡൽഹി വീട്ടിലത്തെ പൂജമുറിയിലുമുണ്ട്. അപ്പൊ എന്റെ രാമനെ ഞാൻ ബിജെപിക്ക് വിട്ടുകൊടുക്കാൻ പോകുന്നു? ഒരിക്കലും ഇല്ല. ബിജെപിക്ക് ആരാ കോപ്പി റൈറ്റ് കൊടുത്ത രാമനെ കുറിച്ച്? പിന്നെ അത് മാത്രമല്ല, അവർ രാം രാജ്യത്തൊക്കെ പറഞ്ഞ് നടക്കുമ്പോ ഈ നാഥുറാം ഗോഡ്സെയാണ് അവർ വിചാരിക്കുന്നത്. രാം രാജ്യം എന്ന് പറഞ്ഞുകൊണ്ട് നാഥുറാം രാജ്യം അവർ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് ഈ രാജ്യത്തിൽ. നിങ്ങളതെല്ലാം ആലോചിക്കണം. ഈ വെറുപ്പ്, ഈ വർഗീയത, ഈ ജനങ്ങളെതിരുള്ള അനാവശ്യമായ അവരുടെ പെരുമാറ്റം ഓരോ വിധത്തിൽ നമ്മുടെ രാജ്യത്തിനെ ഭിന്നിക്കുന്ന ഒരു രാഷ്ട്രമാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു ക്ഷേത്രം കെട്ടി എന്ന് പറഞ്ഞിട്ട് ഇനിയും 2 സ്ഥലത്ത് മസ്ജിദുള്ള സ്ഥലത്ത് മധുരയിലും കാശിയിലും അവർ വീണ്ടും മസ്ജിദിനെ പൊളിച്ചിട്ട് ക്ഷേത്രം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് സംസാരം തുടങ്ങിക്കഴിഞ്ഞു. ഇങ്ങനെയല്ല നമ്മുടെ രാജ്യം പഴിക്കാൻ പോകുന്നത്. ഇങ്ങനെയല്ല ഭാരതത്തിന്റെ വികസനം വരാൻ പോകുന്നത്. ഞാൻ നിങ്ങളോട് ചൂണ്ടിക്കാണിക്കട്ടെ, കോൺഗ്രസ് പാർട്ടിയിലും നിറയെ ഹിന്ദുക്കളുണ്ട്, എല്ലാ മതത്തിന്റെയും വിശ്വാസികളുണ്ട്. ഞങ്ങൾ 1947 ഒരു കാര്യം മനസ്സിലാക്കി. എന്താണ് ഈ രാജ്യത്തിന്റെ അടിസ്ഥാനം? നമ്മളൊരു രാജ്യത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് ഈ രാജ്യത്തിനകത്ത്? നിങ്ങൾക്കറിയാം, ചിലവര് പറഞ്ഞു അവരുടെ മതമാണ് അവരുടെ ദേശീയത. അങ്ങനെ വിശ്വസിക്കുന്നവര്
ഈ രാജ്യത്തെ ഒരിക്കൽ മുറിച്ചു പാകിസ്ഥാൻ ഉണ്ടാക്കി അവർ വിട്ടുപോയി. പക്ഷെ ഇന്ത്യയിൽ ഇരിക്കുന്ന എല്ലാവരും മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ഡോക്ടർ അംബേദ്കർ, മൗലാന ആസാദ്, നിരവധി വ്യക്തികൾ ഈ വിഷയങ്ങളെ ചർച്ച ചെയ്ത് പറഞ്ഞു, ഇല്ല ഒരിക്കലുമല്ല, ഞങ്ങളുടെ സ്വതന്ത്ര സമരം എല്ലാവർക്കും വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ സ്ഥാപിക്കാൻ പോകുന്ന രാജ്യം എല്ലാവർക്കും വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെയാണ് അതിന് ഭരണഘടന എഴുതിയത്. ഈ ഭരണഘടന എഴുതുന്ന മുമ്പ് 2.5 വർഷം ചർച്ച ചെയ്തിട്ടാണ്, എല്ലാ വിഷയങ്ങളും മനസ്സിലാക്കിയിട്ടാണ് അവർ ഭരണഘടന എഴുതിയത്. അതിനവർ തീരുമാനിച്ചത് എല്ലാ മതത്തിനെയും നമ്മൾ ബഹുമാനിക്കണം, എല്ലാ മതത്തിനും ഈ രാജ്യത്തിൽ ഒരേ അവകാശത്തോട് ജീവിക്കാനുള്ള സാധ്യത ഉണ്ടാവണം. നിങ്ങളുടെ മതം ഏതായാലും, നിങ്ങളുടെ ജാതി ഏതായാലും, നിങ്ങളുടെ ഭാഷ ഏതായാലും, നിങ്ങളുടെ നിറം ഏതായാലും, നിങ്ങൾ ഏത് സംസ്ഥാനത്തിൽ ജനിച്ചാലും ഇതൊന്നും പ്രശ്നമല്ല. നിങ്ങളൊരു ഭാരതീയ പൗരനാണെങ്കിൽ നിങ്ങൾ എല്ലാവരും പോലെ ഒരേ അവകാശത്തോടെ ഈ രാജ്യത്ത് ജീവിക്കാൻ സാധിക്കും. അതാണ് നമ്മുടെ ഭരണഘടന എഴുതിയിരിക്കുന്നത്. BJP-ക്കാർ പറഞ്ഞു നടക്കണം, 1976 ഈ വാക്ക് സെക്യുലർ ചേർത്തിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ. സത്യം തന്നെ. പക്ഷെ ഒരു വാക്കിന്റെ കാര്യമല്ല നമ്മുടെ ഭരണഘടന ഒരു സെക്യുലർ ഭരണഘടനമായി കാണുന്നത്. മതേതരത്വം നമ്മുടെ പാർലമെന്റിലും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലും നമ്മുടെ ഭരണഘടനയുടെ ഓരോരോ ലിപിയിലും കാണാൻ സാധിക്കും. ആർട്ടിക്കിൾ 25, 26, 27, 28 വായിച്ചാൽ മതി. അത് പറയണത് എന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം മതം പ്രാക്ടീസ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ആ മതത്തിനെ നിങ്ങൾ അന്യനോട് സ്വാധീനിക്കാനോ സംസാരിക്കാനുള്ള അവകാശമുണ്ട്. ഫ്രീഡം ടു പ്രോപ്പഗേറ്റ് റിലിജിയൻ. നിങ്ങൾ എല്ലാവരും കൂടി കൂടിയിട്ട് നിങ്ങളുടെ മതത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട്. അതുമാത്രമല്ല, സർക്കാരിന്റെ ടാക്സ് പണം ഏത് മതത്തിനെയും പൂർത്തിയാക്കുന്നതിന് വേണ്ടി ചെലവാക്കാൻ പാടില്ല. അതിന്റെ അർത്ഥം മതേതരത്വം തന്നെയാണ്. സർക്കാർ പറയുന്നു, നിങ്ങളുടെ സ്വകാര്യ വിഷയമാണ് നിങ്ങളുടെ മതം, നിങ്ങൾ ഇഷ്ടപ്രകാരം പ്രാർത്ഥിച്ചോളൂ, ഇഷ്ടപ്രകാരം നിങ്ങൾ ദൈവത്തെ കണ്ടോളൂ, അത് നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ സങ്കല്പം പോലെ ഇരിക്കട്ടെ. ശരിക്ക് പറയുകയാണെങ്കിൽ ഇതാണ് ഹിന്ദു വിശ്വാസം. ഞാൻ കുട്ടിക്കാലം മുതൽക്കേ സ്വാമി വിവേകാനന്ദ ഒരു ഭക്തനാണ്. അദ്ദേഹം എന്താ എപ്പോഴും പറയാം, ശിവമഹിന്ദ സ്തോത്രം കൂട്ടി എന്നിട്ട് പറയും, പല നദികളും ചിലത് മലയിന്ന്, ചിലത് താഴ്ന്ന്, ചിലത് നേരെ, ചിലത് വളർന്നിട്ട് ഒരേ സമുദ്രത്തിൽ എത്തുന്നില്ലേ? അതുപോലെ തന്നെ എല്ലാ മതത്തിന്റെ പ്രാർത്ഥന രീതികൾ അവസാനത്ത് ഒരേ ദൈവത്തിന്റെ അവിടെയാണ് എത്തുന്നത്. അതുകൊണ്ടാണ് നമ്മളുടെ വിവേകാനന്ദനെ പഠിച്ച ഹിന്ദുക്കൾ പറയുന്നത്, ഞങ്ങൾ ഒരിക്കലും പറയുന്നത് ഞങ്ങളുടെ മാത്രമാണ് സത്യം, നിങ്ങളെല്ലാം തെറ്റിലാണ്. അതല്ല ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങൾ പറയുന്നു, ഞങ്ങളുടെ സത്യമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്, നിങ്ങളുടെ സത്യമാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങൾ നിങ്ങളുടെ സത്യത്തിനെ ബഹുമാനിക്കും, നിങ്ങൾ ഞങ്ങളുടെ സത്യത്തിനെ ബഹുമാനിച്ചു. ഇത് മാത്രമേ ആവശ്യമുള്ളൂ ഈ രാജ്യത്തിൽ ഒരുമിച്ച് ജീവിക്കാൻ. ഇങ്ങനെയാണ് നമ്മൾ 3000 വർഷക്കാലം സന്തോഷത്തെയും സ്നേഹത്തോടെയും ഈ രാജ്യത്ത് ജീവിക്കാൻ സാധിച്ചത്. യഹൂദികൾ ആദ്യം അവരുടെ ടെമ്പിൾ ബാബിലോണിയൻസ് വന്ന് പൊളിച്ചപ്പോൾ, ജീസസ് ക്രൈസ്റ്റിന്റെ 500 വർഷം മുമ്പ് അവരാദ്യം എത്തിയത്, അഭ്യർത്ഥികളായിട്ട് എത്തിയത് നമ്മൾ കേരളത്തിലായിരുന്നു. രണ്ടാം ടെമ്പിൾ റോമൻ എംപയർ വന്ന് പൊളിച്ചപ്പോൾ വീണ്ടും എത്തി കേരളത്തിൽ. സെയിന്റ് തോമസ് നമ്മളുടെ പ്രധാനം സൂചിപ്പിച്ചു. സെയിന്റ് തോമസ് വരുന്ന സമയത്ത് അദ്ദേഹത്തെ സ്വീകരിക്കാൻ ബീച്ചിൽ നിൽക്കുന്നുണ്ടായിരുന്ന ഒരു കുട്ടി ഒരു ജൂയിഷ് കുട്ടിയായിരുന്നു. എന്നിട്ട് ഇപ്പൊ കൂടി പറയുന്നു, ജൂയിഷ് ഡയസ്പൊറ, ഈ യഹൂദി സമുദായത്തിൽ ലോകത്തിൽ എല്ലാവരും അവർക്ക് അഭ്യർത്ഥി സ്ഥാനം എടുക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ആകെ ഒരൊറ്റ രാജ്യത്തിൽ മാത്രമേ അവരുടെ എതിര് കലാപോ അപകടമോ ആക്രമണമോ ഉണ്ടാവാതെ ഇരുന്നിട്ടുള്ളൂ. അത് ഭാരതം മാത്രമാണ്. അതാണ് നമ്മുടെ പരമ്പര, അതാണ് നമ്മുടെ രീതി. എല്ലാവരെയും സ്വീകരിക്കുക. ഇസ്ലാം മതം കേരളത്തിൽ വരുന്നത് എങ്ങനെയാണ്? അവര് ഡൽഹിയിൽ പറയുന്നു, ആക്രമണം വഴിക്കാണ് ഇസ്ലാമി രാജ്യം എത്തിയത്. നമ്മൾക്ക് അതിന് സത്യം പറയാൻ കേരളത്തിൽ നബി ജീവിക്കുന്ന കാലത്തിൽ ഇതൊരു സന്ദേശമായി എത്തിയതാണ്. കുറെ നൂറ്റാണ്ടായിട്ട് അരബ് രാജ്യങ്ങളുടെ നമ്മളുടെ കേരളത്തിൽ വന്ന് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന് വന്നു പോകുന്ന വ്യക്തികളാണ് ഇതൊരു വാർത്തയായിട്ട് കൊണ്ടുവന്നത്. ഞങ്ങൾ അവിടെ എന്താ സംഭവിക്കണമെന്ന് അറിയോ? ഇങ്ങനെ ഒരു നബിന്റെ ഇതൊക്കെയാണ് ചെയ്യാൻ പറയണത്. ഈ കഥകൾ കേട്ടിട്ടല്ലേ നമ്മൾ ചെറുവാൻ പെരുമാറുന്നത്. അയ്യോ, ഇങ്ങനെ കാണണമല്ലോ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞാൽ അദ്ദേഹം കപ്പലിൽ കയറിപ്പോയി നബിയെ കണ്ടു എന്നാണ് നമ്മുടെ വിശ്വാസം. അദ്ദേഹം മടങ്ങിയെത്തിയില്ല. പക്ഷെ അദ്ദേഹം പോയതിന്റെ തെളിവ് ഇപ്പൊ കൂടി നമ്മൾക്ക് ഒമാനിന്റെ സാധാരണ തൊട്ടടുത്ത് കാണാൻ സാധിക്കും. കേരളത്തിന്റെ നാളികേര മരങ്ങൾ അവിടെ വളരുന്നു. അത് അറേബ്യൻ പെനിൻസുല വേറെ എവിടെ കിട്ടില്ല. ഇവിടുന്ന് കൊണ്ടുപോയ മരങ്ങളാണ് നബിയുടെ കാലത്തിലുണ്ടായത്. അതുപോലെ തന്നെ മാലിക് ദിനാറും അദ്ദേഹത്തിനൊപ്പമുള്ള ചില മുസ്ലിം വിശ്വാസികൾ
സഹോദരിയോട് പോയി പറഞ്ഞപ്പോൾ, അതായത് രാജാവിനോട് പറഞ്ഞപ്പോൾ, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനൊരു സ്ഥലം വേണം പറഞ്ഞപ്പോൾ, കൊടുങ്ങല്ലൂരില് ഒരു ആരും ഉപയോഗിക്കാത്തൊരു ക്ഷേത്രമുണ്ടെന്ന് എടുത്തുകൂടെ എന്ന് പറഞ്ഞ് കൊടുത്തതാണ് രാജാവ്. അപ്പൊ ഈ പഴയ ക്ഷേത്രത്തിന്റെ എല്ലാം ഈ ഹിന്ദു ഐക്യവേദിയെ പോലെ ആൾക്കാർ തിരിച്ചു വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തിൽ എല്ലാ സ്ഥലത്തിലും ഇങ്ങനെ വേറെ കഥകളുണ്ടാവും. ആ കഥകൾ നമ്മൾ അഭിമാനത്തായി കാണുന്ന പകരം നിങ്ങൾ എന്താ ചെയ്യണം? ജനങ്ങളെ വെറുപ്പിക്കാനും ജനങ്ങളെ ഭിന്നിക്കാനുള്ള രാഷ്ട്രീയത്താണ് ഇറങ്ങുന്നത്. നമ്മുടെ 2000 വർഷം മുമ്പ് സെന്റ് തോമസ് കെട്ടിയ പള്ളി അവർക്ക് വേണോ? നിങ്ങളുടെ പുത്തൻപള്ളിയിലത്തെ വലിയൊരു എല്ലാവരും അറിയപ്പെടുന്ന ഒരു പള്ളിയെ അവര് പിടിച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്നു. മധുരയിലും കാശിയിലും പുതിയ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇതാർക്കാണ്? ആർക്ക് വേണ്ടിയാണ്? ഞങ്ങൾ ഹിന്ദുക്കൾ പറയുന്നു രാമൻ നമ്മുടെ ഹൃദയത്തിനകത്താണ്. അവസാനത്തിൽ ഒരു സ്ഥലമുണ്ടോ ഇല്ലയോ അത് വേറെ കാര്യമാണ്. നല്ലൊരു ക്ഷേത്രം കെട്ടിയാൽ നമ്മൾ കാണാം. പക്ഷേ നമുക്ക് BJPക്കാർക്ക് ഒരിക്കലും ഈ വെറുപ്പിന്റെ രാഷ്ട്രീയം നമ്മുടെ രാജ്യത്തിനകത്ത് കൊണ്ടുവരാൻ നമ്മൾ സമ്മതിക്കരുത്. ജനങ്ങൾ സുഖമായി ഒരുമിച്ച് ജീവിക്കുമ്പോൾ അവർക്ക് എന്തിനാണ് ഈ വിഷമം കൊണ്ടുവരുന്നത്? 2000 വർഷമോ 1000 വർഷമോ മുമ്പ് സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് ഇന്ന് സംസാരിച്ചിട്ട് ഇന്നും നാളെയും വേദനിപ്പിക്കണം ജനങ്ങളെ. ഇതാണോ രാഷ്ട്രീയത്തിന്റെ അർത്ഥം? അതോ നമ്മൾ എല്ലാവരെയും ഒരുമിച്ച് ഉൾക്കൊള്ളിക്കൊണ്ടുവന്നിട്ട് എല്ലാവരെയും വികസിപ്പിക്കാനും എല്ലാവർക്കും സമൃദ്ധി സന്തോഷം കൊണ്ടുവരാനാണ്? പക്ഷെ അതിന്റെ കഴിവ് BJP ഈ 10 വർഷക്കാലം കാണിച്ചിട്ടില്ല. 2 കോടി തൊഴിലുണ്ടാക്കാന്ന് പറഞ്ഞ സർക്കാർ 1 കോടി തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് മാത്രമല്ല, ഞാൻ ഫിഗേഴ്സ് കാണുമ്പോൾ നമ്മുടെ തൊഴിലില്ലായ്മ ഒരു റെക്കോർഡ് ലെവലിൽ എത്തിക്കഴിഞ്ഞു. ആ റെക്കോർഡ് സ്ഥാപിച്ചത് BJP ആണ്. 2017 സ്ഥാപിച്ച റെക്കോർഡ് ഇപ്പോൾ ലോകത്തിൽ വെച്ചിട്ട് മോശമായ തൊഴിലില്ലായ്മ നമ്മൾ ഭാരതത്തിൽ കാണുന്നത്. യുവാക്കളുടെ സ്ഥിതി പ്രത്യേകിച്ച് മോശം. 20 മുതൽ 24 വയസ്സിന്റെ വ്യക്തികൾക്ക് ഞാൻ പറയട്ടെ 45.4% തൊഴിലില്ലായ്മ. അതിനർത്ഥം എല്ലാ 2 പിള്ളേരും ഒരാൾക്ക് ജോലിയില്ല, ജോലി തരുന്നവർക്ക് ജോലിയില്ല. എങ്ങനെയാണ് ഈ രാജ്യം പഴയ്ക്കാൻ പോകുന്നത്? UP-യിലത്തെ സ്ഥിതി എന്ന് നോക്കിക്കോളൂ. UP-യിൽ എല്ലാ 80 സീറ്റും അവർ ജയിക്കുന്നത് പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷെ UP-യിൽ എന്താ സംഭവിക്കുന്നത്? ഇസ്രയേലിന്റെ യുദ്ധത്തിന്റെ നടുവില് ഇന്ത്യക്കാരുടെ പാലസ്തീനിയൻകാരുടെ സ്ഥാനത്തിൽ ജോലി എടുക്കാൻ വേണ്ടി ഇസ്രായേല് ചില വേക്കൻസി അനൗൺസ് ചെയ്തപ്പോൾ ലക്ഷക്കണക്കിന്റെ UP പിള്ളേരാണ് വരിവരിയായി നിൽക്കുന്നത് ഈ ജോലിക്ക് വേണ്ടിയിട്ട്. അവര് ജീവിതത്തിന് റിസ്ക് ചെയ്യാൻ തയ്യാറാണ് തൊഴിലില്ലാത്ത കാരണം. അതുപോലെ തന്നെ 2 ദിവസം മുമ്പ് UP പോലീസുകാർ 60,000 കോൺസ്റ്റബിൾ പോസ്റ്റ് അഡ്വർടൈസ് ചെയ്തു. ഈ 60,000 കോൺസ്റ്റബിൾ പോസ്റ്റ് 8ാം ക്ലാസ് പാസ് കൂടി മതി. എത്ര പേരാണ് ഇതിനുവേണ്ടി പരീക്ഷ എഴുതിയത്? 43 ലക്ഷം. 43 ലക്ഷം ആൾക്കാരാണ് ഈ 60,000 ജോലിക്ക് വേണ്ടി പരീക്ഷ എഴുതിയത്. അത് മാത്രമല്ല, പലരും പൈസ കടമെടുത്തിട്ടും ട്രെയിനിൽ കയറി ബസ്സിൽ കയറി പാവപ്പെട്ടവർ വന്ന് പരീക്ഷ എഴുതിയ ശേഷം വാർത്ത ഇറങ്ങി ഈ പരീക്ഷ പേപ്പറാണ് BJPക്ക് താല്പര്യമുള്ളവർക്ക് ലീക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കര വലിയ വിവാദമായിരുന്നു. ഈ പാവപ്പെട്ടവരുടെ സ്വപ്നത്തെ നശിപ്പിച്ചിട്ട് BJP ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം പേപ്പർ ലീക്ക് ചെയ്ത് കൊടുത്താൽ അവസാനത്തിൽ വിവാദമൊക്കെ നടക്കുന്നതിനിടയിൽ അവർ പരീക്ഷയെ ക്യാൻസലാക്കി. അതിന്റെ അർത്ഥം 43 ലക്ഷം ആൾക്കാരുടെ തൊഴിലിന്റെ സ്വപ്നം അതുമീതെ അവര് നശിപ്പിച്ചു. വിചാരിക്കും ഇതാണ് ഈ രാജ്യത്തിൽ സംഭവിക്കുന്നത്. നമുക്ക് ജനങ്ങളെ മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയമാണ് ആവശ്യമുള്ളത്. നമ്മളൊരു സർക്കാർ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ആഗ്രഹമാണ് ഈ വെറുപ്പിനെയൊക്കെ മാറ്റിവെക്കുക. എല്ലാ വിധത്തിലും അവര് കൊണ്ടുവന്ന സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് നിങ്ങൾക്കറിയാം. അവര് UAP എന്ന് പറഞ്ഞൊരു നിയമം കൊണ്ടുവന്നിട്ട് സിദ്ദീഖ് കാപ്പനെ 2 വർഷം ചാർജില്ലാതെ ബെയിലില്ലാതെ ജാമ്യമില്ലാതെ കൊണ്ടാണ് ജയിലിൽ കൊണ്ടുപോയിട്ട്. ഉമർ ഖാലിദ് എന്ന് പറഞ്ഞൊരു വിദ്യാർത്ഥി 3 വർഷമായിട്ട് ഇതുവരെ എന്താണ് ചാർജ് എന്ന് അറിയില്ല, ജയിലിൽ കൊണ്ടുപോയിട്ട്. ഫാദർ സ്റ്റാൻ സ്വാമി എന്ന് പറഞ്ഞൊരു ക്രിസ്ത്യൻ അച്ഛൻ, ജെസുവിറ്റ് അച്ഛൻ, അദ്ദേഹം ആദിവാസികളൊപ്പം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് ജയിലിൽ കൊണ്ടുപോയിട്ടു. പിന്നെ അദ്ദേഹത്തിന്റെ കൈയൊക്കെ മറയ്ക്കുന്ന ഒരു അസുഖമുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ വെള്ളം കുടിക്കാൻ കൂടി സാധിക്കാത്ത സ്ഥിതിയിൽ ഒരു സിപ്പർ ആവശ്യപ്പെട്ടു. സ്ട്രോ പോലെ ഒരു സാധനം വെള്ളം കുടിക്കാൻ. അത് ഈ സർക്കാർ കൊടുക്കാതെ
ഈ 84 വയസ്സായ ജെസുവിറ്റ് ക്രിസ്ത്യൻ അച്ഛൻ ജയിലിൽ മരിച്ചു. ഇതൊക്കെയാണ് അന്യായങ്ങൾ ഈ രാജ്യത്ത് നടക്കുന്നത്. ഇതെല്ലാം നമ്മൾ മാറ്റി ഇങ്ങനെയുള്ള രാഷ്ട്രീയം ഈ രാജ്യത്തിൽ വേണ്ട. സ്നേഹത്തോടൊപ്പം നമ്മൾ ഈ രാജ്യത്തെ വികസിപ്പിക്കാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഇതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഈ നടക്കുന്ന പദയാത്ര ഇതാണ് പ്രതാപന്റെ ഉദ്ദേശം. എല്ലാ വിധത്തിലും നിങ്ങളുടെ ഒപ്പം നിന്നിട്ട് ജനങ്ങളൊപ്പം, എല്ലാ മതവും ജാതിയും ഭാഷ ഒന്നും പ്രശ്നമല്ല. ഞങ്ങളുടെ രാഷ്ട്രീയം ഒരിക്കലും ഈ ഹിന്ദി ഹിന്ദുസ്ഥാൻ എന്ന രാഷ്ട്രീയമല്ല. ഞങ്ങളുടെ രാഷ്ട്രീയമാണ് ഭാരതീയരെ എല്ലാവരും ഒരുപോലെ കാണുന്നു. എല്ലാവരെയും നന്നാക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. എല്ലാവരെയും സന്തോഷിപ്പിക്കാനും സമാധാനം കൊണ്ടുവരാനും സമൃദ്ധി കൊണ്ടുവരാനും നമ്മൾ പ്രവർത്തിക്കും. ഇത് മാത്രം പറഞ്ഞിട്ട് പ്രതാപന് എല്ലാ ദിവസവും 18 മുതൽ 20 കിലോമീറ്റർ നടന്നിട്ട് ക്ഷീണമില്ലാത്ത കാണുമ്പോൾ എനിക്ക് അതിനീത് അദ്ദേഹത്തിന് നല്ലൊരു ആദരം പറയാൻ തോന്നുന്നു. ഇനിയും 7 ദിവസമുണ്ട് അദ്ദേഹത്തിന്റെ പ്രചരണം. ഈ 7 ദിവസത്തെ പദയാത്ര ഇന്ന് മുതൽ 5-ാം തീയതി വരെ അല്ലേ, 5-ാം തീയതി അവസാനിക്കുന്ന ഈ സ്നേഹ സന്ദേശ യാത്രയ്ക്ക് എന്റെ എല്ലാ അഭിവാദ്യങ്ങളും ആശംസയും പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ ഈ സമ്മേളനത്തിന് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്.